ഹായ് മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാർഡ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അതാണ്. എന്ത് മെസ്സേജാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ളത്? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിൽ എടുക്കുക. റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. എന്ത് മെസ്സേജാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഒരു മൂമെൻറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും നാളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ, ഒരു മൂമെൻറ്റിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സ്റ്റാഗ്നൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പായി, ഇത് എൻഡായി എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ, ഡോണ്ട് വറി, പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ എ ബിഗ് സർപ്രൈസ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് സർപ്രൈസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾ മാച്ച് ചെയ്തെടുക്കുക. ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലർക്ക് കരിയർ ആയിരിക്കാം, ചിലർക്ക് ജോബ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു മൂവ്മെൻ്റ് ഇല്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്റ്റക്കായി പോയെന്നൊരു സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോവാണ്. ഒരു ബ്ലോക്കേജ്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു ബ്ലോക്കേജ് റിമൂവ് ആവാൻ പോവാണ്. ആ ഒരു ബ്ലോക്കേജ് ഒരു ലവ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഏത് സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു മൂമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ചിലർക്കൊരു 8 വീക്സ്, ചിലർക്കൊരു 8 ഡേയ്സ്. ആ ഡേയ്സിനുള്ളിൽ ഒരു മൂമെൻറ്റ്, ഒരു ഷിഫ്റ്റ്, പെട്ടെന്നൊരു സഡൻ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ, നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെയധികം ഹൈ ആണ്. നിങ്ങൾ കരിയറൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അപ്രൂവലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് മെയിൻലി ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ബി റെഡി.